തിരുവനന്തപുരത്ത് രാഹുൽ ജി നാഥ് ഉണ്ട്. ഓണം വാരാഘോഷത്തിന് ഇന്ന് വൈകുന്നേരം തുടക്കമാവുകയാണ്. നിശാഗന്ധി മ്യൂസിയം അങ്ങനെ പലയിടങ്ങളിലായി വേദികൾ ഒരുക്കി ഓണത്തിന്. ഒപ്പം തന്നെ പ്രകാശവിസ്മയമാണ്. രാത്രി തിരുവനന്തപുരത്തേക്ക് ഇറങ്ങിയാൽ വളരെ രസമുള്ള കാഴ്ചയാണ്. അപ്പോൾ അതൊക്കെ ഇനി റീലുകളായിട്ട് നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് രാത്രി മുതൽ തന്നെ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങും. അപ്പോൾ രാഹുലെ, എങ്ങനെയാണ് ഓണം വാരാഘോഷം തുടക്കം? എന്തൊക്കെ പരിപാടികൾ, നഗരത്തിൻ്റെ ഏതൊക്കെ മേഖലകളിൽ ഓണത്തിൻ്റെ ഒരു വൈബ് അനുഭവപ്പെടുന്നു? അല്പം മുമ്പ് കോഴിക്കോട്ടേക്ക് പോയപ്പോൾ പറഞ്ഞൊരു അമുഖമുണ്ട്. അതായത് ഏതാഘോഷം വന്നാലും അത് പ്രതിഫലിക്കുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ കോഴിക്കോട്ടാണെന്ന് പറയും. കോഴിക്കോട്ടും പ്രതിഫലിക്കുന്നുണ്ട്, അത് തിരുവനന്തപുരത്ത് പ്രതിഫലിക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം നിറങ്ങൾ, ഈ ലൈറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ എന്തോ ആഘോഷം വരുന്നുണ്ട്. തലസ്ഥാനം അത് വരവേൽക്കാനുള്ള മൂഡിലാണെന്ന് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഇംതിയാസിനോട് പറയാനുള്ളത്, നമുക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ ഈ ലൈറ്റ് എല്ലാം ഒരേ നിറത്തിൽ കാണുന്നുണ്ട്. ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ് വെക്കുന്നില്ല. കാരണം കുറച്ച് അല്പം ഒന്ന് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ പല നിറത്തിൽ തലസ്ഥാനം തിളങ്ങും എന്ന് പറയുന്നു. പിന്നീട് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ള, ഓണം വാരാഘോഷം നടക്കുകയാണ്. 3-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ്. ആ ഒരു വൈബിലേക്ക് കൂടി തിരുവനന്തപുരം പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ, ഓണത്തിരക്കിലേക്ക്, ഉത്രാടപ്പാച്ചിലേക്ക് ആളുകൾ പോകുമ്പോൾ, ഇപ്പോൾ ഈ വാർത്ത അവതരിപ്പിക്കുന്ന ദിവീഷ് മണിക്കും എന്താ പറയുക, ഒരു സന്തോഷം, ഒരു പ്രത്യേക സന്തോഷമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ദിവീഷ് മണി തന്നെ നാടകം യയാതി ദിവീഷ് മണി, അതായത് ഈ വാർത്ത ഇപ്പോൾ അവതരിപ്പിക്കുന്ന, ഞങ്ങളുടെ ഫ്ലോറിൽ നിന്ന് അവതരിപ്പിക്കുന്ന ദിവീഷ് മണിയുടെ നാടകം യയാതി എന്ന ഏകപാത്ര നാടകം നാളെ ഇവിടെ ഉണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ച് കേട്ടവരും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നവർക്കും ഇവിടേക്ക് എത്താം. നാളെ 4 മണിക്കാണ് ഈ നാടകം നടക്കുക. അപ്പോൾ എല്ലാവരും ആ സ്നേഹം കൂടി ഞങ്ങളുടെ സ്വന്തം ദിവീഷ് മണിക്ക് നൽകുക. എന്തായാലും അതിനുകൂടി വേദിയാകുന്നു. ഒപ്പം 33 സ്റ്റോളുകൾ അധികം ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ ആഘോഷത്തിലേക്കാണ് തിരുവനന്തപുരം കടക്കുന്നത്. അപ്പോൾ ആ നാടകത്തെക്കുറിച്ച് 2 വാക്ക് ദിവീഷ് മണി കൂടി പങ്കുവയ്ക്കാമെന്ന് തോന്നുന്നു. ആ സന്തോഷം. തീർച്ചയായും രാഹുലെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ആദ്യം ഈ നാടകം ചെയ്യണ സമയത്ത് പലപ്പോഴും ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ആളുകൾ ചെയ്യാതെ, അല്ലെ ഇതിനൊക്കെ നമുക്ക് സമയം കിട്ടുമെന്നൊക്കെ ടെൻഷൻ അടിച്ചു പോകുന്ന കാര്യം. ഇപ്പം ഞാൻ ഈ നാടകം ചെയ്തപ്പോൾ തന്നെ പലരും നമ്മളോട് ചോദിച്ചു. കഴിഞ്ഞ ദിവസവും നമ്മുടെ മാധ്യമ രംഗത്ത് തന്നെ ഒരാൾ എന്നെ ചോദിച്ചു, നീ എപ്പോഴാണ് ഇതൊക്കെ പഠിച്ച് എങ്ങനെയാണ് സമയം കിട്ടിയതെന്നാണ്. അപ്പോൾ സമയം നമ്മൾ കണ്ടെത്തുന്നതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ അതിനെ ഇറങ്ങിത്തിരിക്കാൻ ശ്രമിച്ചാൽ സമയമൊക്കെ തന്നെ, അങ്ങനെ സമയമില്ലാത്ത മനുഷ്യരൊന്നും ഈ ലോകത്തില്ല. നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ നമുക്ക് സമയമുണ്ടാവും. അതിന് നമ്മൾ എത്ര പ്രയോറിറ്റി അല്ലെങ്കിൽ എത്ര വില അതിന് കൽപ്പിക്കുന്നു എന്നതാണ്. അങ്ങനെ കൽപ്പിച്ചാൽ സ്വാഭാവികമായിട്ട് സമയം വരും. അങ്ങനെയാണ് യയാതി എന്ന നാടകം വന്നത്. ഇതിപ്പോൾ എൻ്റെ 3-ാമത്തെ സ്റ്റേജാണെന്ന സന്തോഷം കൂടി പ്രേക്ഷകരോട് പറയാണ്.